ഹലോ, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ വി ആർ ഡിസ്കസിങ് പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻസ്. ഓക്കെ, ഫസ്റ്റ് യു ഹാവ് ടു നോ വാട്ട് ഈസ് ക്യാമ്പയിൻ. ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Campaigns are usually conducted to achieve specific organizational purposes. Likewise, public relations campaigns are established to solve the problems or improve the situations of the organizations. Campaigns സാധാരണയായിട്ട് നടത്താറുള്ളത് PR ക്യാമ്പയിൻ ആയിക്കോട്ടെ, പബ്ലിക് അതോടൊപ്പം തന്നെ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ആയിക്കോട്ടെ. ക്യാമ്പയിൻസ് എപ്പോഴും നടത്തുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും കാര്യം ആളുകളെ അറിയിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ആളുകളെ പേഴ്സുവേഡ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമേജ് റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കലായിക്കോട്ടെ. ഓരോ ക്യാമ്പയിൻ എന്തുണ്ടായിരിക്കും, ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ പർപ്പസ് ഉണ്ടായിരിക്കും. ആ ഒരു പർപ്പസ് അനുസരിച്ച് ഒരു പ്രത്യേക കാലയളവിൽ നമ്മൾ നടത്തുന്ന 1 മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ സ്ട്രാറ്റജിയോട് കൂടി, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വർക്കാണ് എന്ത് സാധാരണ ഒരു ക്യാമ്പയിൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. പബ്ലിക് റിലേഷൻ ക്യാമ്പയിനും വ്യത്യസ്തമല്ല. പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് എ പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പ്ലാൻഡ് ഇൻ അഡ്വാൻസ് ആൻഡ് റിലേറ്റഡ് ടു എ സ്പെസിഫിക് ഗോൾ. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം, ഓർഗനൈസേഷണൽ ഗോൾ നേടാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങോട് കൂടി വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്ത് പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. Elements of a public relation campaign. First one, situational analysis. Second one, identifying public. Third one, setting objectives. Fourth one, identify stakeholders. Fifth one, key messages. Next one, time scale, budget, ഇവാലുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ഒരു എലമെന്റ്സ് ഓഫ് പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ എന്ന് പറയുന്നതിൽ വരുന്നത്. ഇതിന്റെ എലമെന്റ്സ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സിറ്റുവേഷൻ അനാലിസിസ് ആണ്. സിറ്റുവേഷണൽ അനാലിസിസ് ആണ്. നമ്മളൊരു കമ്പനിയുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് കമ്പനിയെ കുറിച്ച് ആളുകൾ ഇപ്പോൾ കാണുന്നത്. അതിനുവേണ്ടി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് എന്ത് സ്വാട്ട് അനാലിസിസ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്. ഈ ഒരു സ്ട്രെങ്ത്, വീക്ക്നെസ് എന്നുള്ളത് ഇന്റേണൽ അനാലിസിസ് ആണ്. ഇന്റേണൽ നമ്മുടെ കമ്പനിയെ കുറിച്ച് ഇന്റേണൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഓപ്പർച്യൂണിറ്റി അതോടൊപ്പം തന്നെ ത്രെട്ട് എന്നുള്ളത് എക്സ്റ്റേണൽ അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്, നമ്മുടെ സാധ്യതകൾ എന്താണ്, അതോടൊപ്പം തന്നെ ത്രെട്ട് എന്താണ്, നമ്മുടെ കമ്പനിക്കുള്ള ത്രെട്ട് എന്തൊക്കെയാന്നുള്ളത്, ഭീഷണി എന്താന്നുള്ളത് പഠിക്കുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു കമ്പനി എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ PR ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് സിറ്റുവേഷണൽ അനാലിസിസ് തുടങ്ങണം. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു PR ക്യാമ്പയിനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ എലമെന്റ് സിറ്റുവേഷണൽ അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ആണ്. The next element of a public relation campaign is to establish objectives. That is the statement to present the realistic views which the organizations desired to accomplish. These objectives present outcomes of campaign instead of inputs. എന്താണ് ഈ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നേടിയിട്ടുണ്ടാവുക, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, PR ക്യാമ്പയിന് മുമ്പ് എഴുതാറുണ്ട്. അതായത് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞാൽ, ഈ ഒരു ക്യാമ്പയിന്റെ ഒരു കാലയളവ് കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നേടിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഒരു പബ്ലിക് റിലേഷൻ ക്യാമ്പയിന് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇനി സാധാരണയായിട്ട് ഒബ്ജക്റ്റീവ്സ് ഉള്ളത് ഓരോ പബ്ലിക് റിലേഷൻ ക്യാമ്പയിനും ഓരോ പർപ്പസിനായിട്ടായിരിക്കും നടത്തുന്നുണ്ടാവുക. ചിലത് പ്രൊമോട്ട് ഗുഡ് വിൽ ആയിരിക്കും, കമ്പനിയെ കുറിച്ച് നല്ലൊരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു നല്ല ഇമേജ് വർദ്ധിപ്പിക്കാനായിരിക്കും ചില പബ്ലിക് റിലേഷൻ നടത്തുന്നുണ്ടാവുക. മറ്റത് റൈസ് അവയർനെസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗവൺമെന്റ്സ് ഒക്കെ എന്തെങ്കിലും ഒരു പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ നടത്തുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, സാമൂഹികമായിട്ടുള്ള വിഷയത്തിൽ ബോധവൽക്കരണം നടത്താനായിരിക്കും. ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനായിരിക്കും. അതായത് പബ്ലിക് ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായത്തെ, സമീപനത്തെയൊക്കെ സ്വാധീനിക്കാനായിരിക്കും. മറ്റൊന്ന് ഇൻഫോം, ആളുകളെ അറിയിക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേക വിവരങ്ങൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റൊരു ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻസ് ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഐഡന്റിഫൈ പബ്ലിക്സ് ആണ്.
നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? Okay, the research carried out in the initial stage of the planning process should have identified each public relevant to the campaign. എല്ലാ പബ്ലിക്കും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവണം. പബ്ലിക് നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള മെസ്സേജസ് ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. It should also identify each public's current attitude to the situation, allowing tailoring messages appropriately. ഓരോ പബ്ലിക്കും അല്ലെ, ഒരു പബ്ലിക് എന്ന് പറയുന്നത് കുറെ സെഷൻസ് ഉണ്ടാവും അല്ലെ, കുറെ സെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ വിഭാഗം ആളുകളും അവരുടെ നിലപാടുകൾ എന്താണ് ഈ ഒരു വിഷയത്തിനോട്, അല്ലെങ്കിൽ ഇവരുടെ സമീപനം എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കുന്ന മെസ്സേജസ് എന്ത് ചെയ്യാം, കൂടുതൽ അവരെ ഒരു പെർസ്വേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ മെസ്സേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഐഡന്റിഫൈ ദി ഓഡിയൻസ്. നിങ്ങൾ കൃത്യമായിട്ട് ഓഡിയൻസിനെ മനസ്സിലാക്കണം. പബ്ലിക് ഒപ്പീനിയൻ റെപ്രസെന്റ്സ് എ കൺസെൻസസ് വിച്ച് emerges over time from all the expressed view that cluster around an issue in debate, and that is consensus exercise power. Opinion of the public strongly affect management decisions. Uniform public opinion occurs very occasionally, and well-informed opinion occurs very more rarely, even more rarely. അതായത് എന്താണ്, ചില അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഓരോ സമയത്തിനനുസരിച്ച് മാറാറുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊതുവായിട്ടൊരു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെയും അഭിപ്രായം ആ ഒരു വിഷയത്തിനോട്, സാമൂഹിക നന്മയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ എല്ലാവരുടെയും പബ്ലിക് ഒപ്പീനിയൻ ആ ഒരു വിഷയത്തിനോട് പോസിറ്റീവായി എടുക്കും അല്ലേ. ഇനി ചില അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആളുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആളുകളുടെ അഭിപ്രായം അല്ലെങ്കിൽ ആളുകളെ നന്നായിട്ട്, ഈ ഒരു പബ്ലിക്കിനെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതന്നെ ഇവിടെ ഐഡന്റിഫൈയിങ് പബ്ലിക് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു ഐഡന്റിഫൈ. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ആ ഒരു പബ്ലിക് ആരോടാണ് നിങ്ങൾ ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരുടെ ഇപ്പോഴത്തെ നിലപാടുകൾ എന്താണ്, ആറ്റിറ്റ്യൂഡ്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കീ മെസ്സേജസ് ആണ്. ഓക്കെ, കീ മെസ്സേജസ് ഒരു ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ഈ ഒരു നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ ആരോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്, ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദ നാച്ചർ ഓഫ് ദ മെസ്സേജ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ക്യാമ്പയിൻ. ഓരോ ക്യാമ്പയിൻ അനുസരിച്ചായിരിക്കും ഓരോ മെസ്സേജസിന്റെയും നാച്ചർ എന്ന് പറഞ്ഞാൽ. ചില ക്യാമ്പയിൻ എന്തായിരിക്കും, every PR or plan or campaign needs to have a set of messages which forms the thrust of communication. എന്താണ്, ഒരു കൃത്യമായിട്ടുള്ള കുറച്ച് മെസ്സേജസ് എന്തുണ്ടായിരിക്കും, എല്ലാ PR ക്യാമ്പയിനും ഉണ്ടായിരിക്കും. അതാണ് ആ ഒരു PR ക്യാമ്പയിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ PR ക്യാമ്പയിനുള്ള ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ആ മെസ്സേജസ് തന്നെയാണ്. ദ മെസ്സേജസ് നീഡ് ടു ബി ക്ലിയർ, കൺസൈസ് ആൻഡ് readily അണ്ടർസ്റ്റുണ്ട്. പെട്ടെന്ന് മനസ്സിലാവുന്ന, ഏറ്റവും ചുരുക്ക രൂപത്തിലായിട്ടുള്ള, ഏറ്റവും ചുരുങ്ങിയ, നല്ല മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മെസ്സേജസിന്റെ ഡിസൈനിങ്. അല്ലാതെ മെസ്സേജസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലൊന്നും ഉണ്ടാവരുത്. മെസ്സേജ് ഈസ് ക്രൂഷ്യൽ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, മെസ്സേജ് എന്നുള്ളത് ആളുകളുടെ അഭിപ്രായ രൂപീകരണം, അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇഫക്റ്റീവ്നെസ് ഒക്കെ കാണിക്കുന്നത് എന്താണ്, ഈ ഒരു മെസ്സേജസ് വഴിയാണ്. അതോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡ് ഫോർ ആളുകളുടെ അഭിപ്രായ രൂപീകരണത്തിലൊക്കെ വലിയ റോള് വഹിക്കുന്നത് മെസ്സേജസ് തന്നെയാണ്. അപ്പോൾ കീ മെസ്സേജസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ടൈം സ്കെയിൽ ആണ്. എത്ര കാലമാണ് ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. കാരണം അത് നിശ്ചയിക്കണം. ഇപ്പൊ 2 മാസത്തേക്കാണോ അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണ് ഈ ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഈ ക്യാമ്പയിന്റെ ഡെഡ് ലൈൻസ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടൈം സ്കെയിൽ അലൗസ് ടു കോർഡിനേറ്റ് ടാക്ടിക്സ് അപ്രോപ്രിയറ്റ്ലി ആൻഡ് ഹെൽപ്സ് ടു ബി അവെയർ ഓഫ് സർട്ടൻ ഡെഡ് ലൈൻസ്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഉള്ളിൽ ഈ ഒരു കാര്യം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഇന്ന കാലയളവിൽ ഇന്ന ലക്ഷ്യം നേടിയിരിക്കണം എന്നുള്ള ഒരു ടൈം സ്കെയിൽ വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ക്യാമ്പയിന് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോകും. അപ്പൊ കൃത്യമായിട്ട് ഒരു ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരു ടൈം സ്കെയിൽ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു എലമെന്റ് ആണ്. കാരണം അത് ആ ഒരു സമയത്ത് തന്നെ തീർക്കണം. അതുകൊണ്ടാണ് എ PRO ക്യാൻ മോഡിഫൈ ഓർ ആൾട്ടർ എ ടാക്ടിക് ഇൻ ടൈം സ്കെയിൽ ടു കൺസീഡ്. ഒരു ടൈമിനനുസരിച്ച് എന്ത് ചെയ്യാം, ടാക്ടിക്സ് ഒക്കെ മാറ്റാം, ചിലപ്പോൾ കൂട്ടാം കുറക്കാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഡെഡ് ലൈൻസ് ക്യാൻ ബി ഇന്റേണലി ഓർ എക്സ്റ്റേണലി ഇമ്പോസ്ഡ്. അതിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, അത് ചെയ്യേണ്ട അവസാന തീയതി എന്ന രീതിയിൽ അതിന്റെ പിന്നെ ടോപ്പ് ലെവലിലുള്ള ആളുകൾ അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ടൈം സ്കെയിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു PR ക്യാമ്പയിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കൃത്യമായിട്ട് ഇന്ന കാലയളവിൽ ഈ ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ചെയ്തു തീർക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതങ്ങനെ നീണ്ട് മുന്നോട്ട് പോകും. നെക്സ്റ്റ് വൺ ബഡ്ജറ്റ് ആണ്. ടൈം സ്കെയിൽ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ബഡ്ജറ്റ് ആണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിനു വേണ്ട മാൻ പവർ എത്രയാണ്, ഇതിനു വേണ്ട ടെക്നോളജിക്കൽ നീഡ് അതോടൊപ്പം തന്നെ പിന്നെ ബാക്കിയുള്ള ആവശ്യമായിട്ടുള്ള മീഡിയ ആയിക്കോട്ടെ, പിന്നെ പബ്ലിസിറ്റി ആയിക്കോട്ടെ, അതിനാവശ്യമുള്ള എല്ലാ ബഡ്ജറ്റും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വിലയിരുത്തണം അല്ലെ. ബഡ്ജറ്റിന്റെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് വകയിരുത്തുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ക്യാമ്പയിൻ എന്നുള്ളത് ഫെയിലിയർ ആയി മാറും അല്ലെ. ആഫ്റ്റർ ഡിഫൈനിങ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് PR practitioners want to conduct in a public relation campaign, the organization must allocate the budget properly so that PR practitioners can operate these activities completely. അല്ലെ, ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. വിത്തൗട്ട് എ റിയലിസ്റ്റിക് ബഡ്ജറ്റ് no organization can succeed. Likewise, public relation activities must be disciplined by budgetary realities. Ideally, there are 3 steps for managing budget. ഇനി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നതിൽ 3 സ്റ്റെപ്പുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒന്ന് നോക്കൂ, ഡിഫൈനിങ് റിസോഴ്സസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് എ പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ സച്ച് എസ് ഹ്യൂമൻ, ടൈം, മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെന്റ്. ആവശ്യമായിട്ടുള്ള എന്ത് ചെയ്യാം, ഒരു റിസോഴ്സസ് റെഡിയാക്കുക, അതിനാവശ്യമായിട്ടുള്ള ബഡ്ജറ്റ്, അതായത് ഹ്യൂമൻ, ടൈം, മെറ്റീരിയൽ, എക്യുപ്മെന്റ്. പിന്നെ രണ്ടാമത് എന്താണ്, ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദോസ് റിസോഴ്സസ് ദാറ്റ് വിൽ ബി യൂസ്ഡ്. ഇതിന് ആളുകൾ വേണം എന്നറിയാം, ടൈം ആവശ്യം എന്നറിയാം, മെറ്റീരിയൽസ് ആവശ്യമാണെന്നറിയാം, അതോടൊപ്പം തന്നെ എക്യുപ്മെന്റ്സ് ആവശ്യമാണെന്നറിയാം. അത് എത്ര വേണമെന്ന് തീരുമാനിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, അതിന് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് വിലയിരുത്തുക. ഓക്കെ, ഓരോ പിന്നെ വിഭാഗത്തിന് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് കൃത്യമായിട്ട് വിലയിരുത്തുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിനേക്കാൾ പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവാലുവേഷൻ പ്രോസസ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും. അതാണ് ഓൺ ഗോയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം ഒരു 2 മാസത്തെ 3 മാസത്തെ അല്ലെങ്കിൽ പിന്നെ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന PR ക്യാമ്പയിനുകൾ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് എന്ത് ചെയ്യണം, വാലുവേഷൻ വേണ്ടി വരും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, കൃത്യമായിട്ടുള്ള ടൈം സ്കെയിലിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ പറയുന്നത്. ഇവാലുവേഷൻ ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ് particularly in a long-term PR campaigning. PRO will regularly evaluate the media relations element of the campaign by making a monthly critical analysis of media coverage. Evaluation can be done in 2 ways. The ongoing review is what will be carried out throughout the campaign. It is not calculated at the end of all the campaign act. അത് ഞാൻ അങ്ങനെ ഫുള്ളി ഇന്ന് വായിക്കുന്നില്ല. ഇതിലും പറയുന്നത് എന്താ വെച്ചാൽ 2 തരത്തിൽ പിന്നെ വാല്യുവേഷൻ നടക്കാറുണ്ട്. ഒന്ന് ഓൺഗോയിങ്, ഒരു PR ക്യാമ്പയിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ടാക്ടിക്സിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാല്യുവേറ്റ് ചെയ്യാറുണ്ട്. മറ്റൊരു വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട്, പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു ക്യാമ്പയിൻ വരുന്ന സമയത്ത് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇവാലുവേഷൻ നടക്കാറുണ്ട്. ഈ ഇവാലുവേഷൻ നടക്കുന്നത് ഒബ്ജക്റ്റീവ്സും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളും മീറ്റ് ചെയ്തോ, നമ്മുടെ ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നേടിയിട്ടുള്ള കാര്യങ്ങളും ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, പരിശോധിക്കുന്നതാണ് മെയിനായിട്ട് ഇവാലുവേഷൻ സ്റ്റേജിൽ വരാറുള്ളത്. അപ്പോൾ PR ക്യാമ്പയിനിൽ ഈ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവാലുവേഷനിൽ നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്താറുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ
കഴിഞ്ഞ കാര്യങ്ങൾ PR ക്യാമ്പയിൻ കഴിഞ്ഞാൽ അടുത്തൊരു ക്യാമ്പയിൻ വരുന്ന സമയത്ത് ഇതിൽ വന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇവാലുവേഷൻ നടത്താറുള്ളത്. ഇനി സ്റ്റെപ്സ് ഇൻ PR ക്യാമ്പയിൻ, ഒരു PR ക്യാമ്പയിനുള്ള സ്റ്റെപ്സ്. ഞാൻ വീഡിയോ ലെങ്ത് കൂടും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ്. Steps in PR campaign: define objectives, define your goal in achieving this objective, determine who are your target audience, develop a schedule for your PR campaign, develop your plan of attack, communication vehicle, put measures in place to attack the put measures in place to track the റിസൾട്ട്. ഇവാലുവേഷൻ അതായത് ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റെപ്പിൽ കൊടുത്തു എന്ന് മാത്രം, ഒരു സ്ലൈഡിൽ കൊടുത്തു എന്ന് മാത്രം. ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുക, ഇനി അത് ആ ഒരു ഒബ്ജക്റ്റീവ്സ് നേടാനുള്ള വഴികൾ അല്ലെ, അതിന് ആവശ്യമുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കുക, ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ വെഹിക്കിൾ ഏത് വഴിയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ഏത് മീഡിയ വഴിയാണ് ചെയ്യുന്നത് തീരുമാനിക്കുക, അതോടൊപ്പം തന്നെ വാലുവേഷൻ. ഓക്കെ, ഇതിന്റെ ഒരു വാലുവേഷൻ പ്രോസസ്സും നടക്കണം. ഇനി മീഡിയ റിലേഷൻസ് ആൻഡ് PR ക്യാമ്പയിൻ ആണ്. ഒരു PR ക്യാമ്പയിനിൽ മീഡിയക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മീഡിയനോട് നമ്മൾ എന്തൊക്കെയാണ് പുലർത്തേണ്ട സമീപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെ. റൈറ്റിംഗ് ദ ന്യൂസ് റിലീസ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് റിലീസ്, ടാർഗറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ, മാനേജിംഗ് ദ ഡാറ്റ, എൻഷുറിംഗ് മീഡിയ കവറേജ്, ഡീലിംഗ് വിത്ത് ദി മീഡിയ. സ്ഥിരമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രസ് റിലീസസും അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ മീഡിയയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് മീഡിയക്ക് നമ്മുടെ പ്രസ് റിലീസസ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ, അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുക. അത് ഇമെയിൽ ID വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള മെത്തേഡ്സിലായിക്കോട്ടെ, ഡയറക്റ്റ് കൊണ്ടുകൊടുക്കുക, അങ്ങനെ വിവിധ രീതികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് മീഡിയ പേഴ്സൺസുമായിട്ടൊരു റിലേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു PR ക്യാമ്പയിൻ വഴി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സാമ്പിൾസ് ഓഫ് PR ക്യാമ്പയിൻ. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ ഒരു മാർക്കറ്റിംഗ് ഒരു PR ക്യാമ്പയിൻ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഗൂഗിൾ ലോഞ്ചസ് ഡൊണേഷൻ ക്യാമ്പയിൻ ടു ഫൈറ്റ് ഇബോള. ഓക്കെ, ഇഫ് ലണ്ടൻ വേർഡ് സിറിയ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് PR ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.